നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ചിറക് വിരിച്ച് എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. 4ാം ക്ലാസ്സിൽ ഈ വർഷം പുതിയ പാഠപുസ്തകമാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ചിറക് വിരിച്ച്. മുഖപ്പേജ് നോക്കിയേ മക്കളെ. ചിത്രത്തിലെ കുട്ടികൾ ആകാശത്ത് എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഇതുപോലെയൊക്കെ നമുക്ക് ആകാശത്ത് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അവർ ആകാശത്ത് എത്തിയിട്ടുണ്ടാവുക? സങ്കല്പയാത്രയിലാണ് അവർ ആകാശത്ത് എത്തിയത്. സങ്കല്പത്തിൽ ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറന്ന കുട്ടികൾ താഴെ ഭൂമിയിലെ കാഴ്ചകൾ കാണുന്ന രീതിയിലാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ യാഥാർത്ഥ്യത്തിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആകാശത്തിലുള്ള വെളുത്ത മേഘങ്ങളിലും ചന്ദ്രനിലും കുട്ടികൾ ഇരിക്കുന്നു. 2 പേര് മഴവില്ലിൽ കെട്ടിയ ഊഞ്ഞാലിൽ എന്ത് ചെയ്യുന്നു? ഊഞ്ഞാലാടുന്നുണ്ട്. ഒരാൾ ചിറകുകളില്ലാതെ പറക്കുന്നത് കാണിച്ചിട്ടുണ്ട്. വെളുത്ത പക്ഷികളും അവരോടൊപ്പം അവിടെ പറക്കുന്നു. താഴെ എന്തൊക്കെയാണ് മക്കളെ കാണിച്ചിട്ടുള്ളത്? അവിടെ പുഴ ഒഴുകുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെന്താ? മരങ്ങൾ കാണിച്ചിട്ടുണ്ട്, വീടുകൾ കാണിച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളെ കാണിച്ചിട്ടുണ്ട്. പിന്നെയോ അങ്ങനെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഒരു ബസ് സഞ്ചരിക്കുന്നതും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ യാഥാർത്ഥ്യവും ഭാവനയും ചേർന്നൊരു ലോകമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത പേജ് നോക്കിയേ മക്കളെ. വാതിൽ. ഒന്നാമത്തെ യൂണിറ്റിലേക്കുള്ള വാതിലായിട്ടാണ് ശ്രീ വിഷ്ണു പ്രസാദിൻ്റെ ചിറകുള്ള ബസ് എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാഠഭാഗം നോക്കിയേ. ചിറകുള്ള ബസ്. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്നു തോന്നും. നോക്കിയേ, വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. നമ്മുടെ ചിറകുള്ള ബസ് ഒരു പൊതുയാത്രാ വാഹനമല്ല. പിന്നെന്താണ്? കുട്ടികളെയും കൊണ്ട് വിനോദയാത്രയ്ക്ക് പോകുന്ന ഒരു ബസ്സാണ്. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ. കുട്ടികൾക്ക് അവരുടെ കൂട്ടുകാരോടൊപ്പമുള്ള യാത്രയുടെ രസം വളരെ വലുതാണ്. അവർക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. അവർ ബസ്സിനുള്ളിൽ പാട്ടുപാടിയും നൃത്തം ചെയ്തുമൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ചിറകുള്ള ബസ്സിലെ കുട്ടികൾ എന്താ മക്കളെ ചെയ്തത്? അവര് ബസ്സിന്റെ ജനലുകളിലൂടെ അവരുടെ തളിർ കൈകൾ പുറത്തേക്കിട്ട് വീശിക്കൊണ്ടിരുന്നു. കുട്ടികളുടെ കൈകളായതുകൊണ്ടാണ് തളിർ കൈകളെന്ന് പറഞ്ഞിരിക്കുന്നത്. താഴെ നിൽക്കുന്നവർ അവരുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ആയിരിക്കും. അവരെന്ത് ചെയ്തു? അവരും തിരിച്ച് കുട്ടികളെ കൈവീശി കാണിച്ചു. അതിന് ഇപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. കുട്ടികൾ യാത്ര ചെയ്തപ്പോഴാണ് ബസ്സിന് ചിറകു മുളച്ചതെന്ന് തോന്നും. ശ്രീ വിഷ്ണു പ്രസാദിൻ്റെ ചിറകുള്ള ബസ് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ വരികൾ. അടുത്ത പാഠം നോക്കിയേ. മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ കേട്ടിട്ടില്ലേ മക്കളെ നിങ്ങൾ? അതൊരു സാങ്കല്പിക കഥയാണല്ലേ. അതുപോലെ സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. താഴെ കൊടുത്തിട്ടുള്ള ചിത്രം നോക്കിയേ മക്കളെ. ഒരു വനപ്രദേശമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്.
ഒരു വലിയ മരം അവിടെ കാണിച്ചിട്ടുണ്ട്. മരത്തിൻ്റെ മുകളിൽ പക്ഷികൾ പറക്കുന്നു. താഴെയായിട്ട് ഒരാന, ഒരു കുതിര, പിന്നെ ഒരു മാൻ, മുയൽ, ഒരു തവള എന്നിവയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടിലൊരു പക്ഷിയെ കാണിച്ചിട്ടുണ്ട്. മുയലിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ മക്കളെ, അതിനെ ഒരു താറാവിനെ പോലെ തോന്നുന്നില്ലേ? ഇനിയും ഒളിഞ്ഞിരിക്കുന്ന രൂപങ്ങളെ നമുക്ക് ഈ ചിത്രത്തിൽ കണ്ടെത്താൻ കഴിയും. ചിത്രത്തിലെ വലിയ മരത്തിൻ്റെ താഴെയുള്ള ആകാശം ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ മക്കളെ, അവിടെ നമുക്ക് ഒരു ആൾക്കുരങ്ങിനെയും ഒരു കരടിയെയും കാണാൻ കഴിയുന്നില്ലേ? താഴെ കൊടുത്തിട്ടുള്ള മരത്തിൻ്റെ ശിഖരങ്ങൾക്കിടയിലൂടെ നോക്കിയാൽ നമുക്കവിടെ പുഞ്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുഖവും കാണാം. അടുത്ത പേജ് നോക്കിയേ മക്കളെ. അടുത്ത പാഠമാണത്. പാഠത്തിൻ്റെ പേരെന്താണ്? മുന്നറിയിപ്പ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് കവിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു മുന്നറിയിപ്പ് നൽകാനുണ്ട്. എന്താണത്? കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. ഒരു കാര്യം കാണണമെന്ന് വിചാരിച്ച് നമ്മൾ ചെന്നാൽ നമുക്കത് കാണാൻ കഴിയില്ല എന്ന് കവി പറയുന്നു. അടുത്ത വരി നോക്കിയേ മക്കളെ. കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളെ തിരമാല. കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ ആരാണ് ഇവിടുത്തെ? കവിയാണ് ഇവിടുത്തെ ഞാൻ. കണ്ടത് എന്താണ്? നീളേ തിരമാല, നീളത്തിലുള്ള അല്ലെങ്കിൽ വലിയ തിരമാലകളാണ് കവി കണ്ടത്. കപ്പലു കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. കപ്പൽ കാണാൻ പോയ കവി എന്താ മക്കളെ കണ്ടത്? കവി ഒരു വലിയ മണിമേടയാണ് അവിടെ കണ്ടത്. ഭംഗിയുള്ളൊരു മാളികയാണ് അവിടെ കണ്ടത്. കപ്പലിനെ കണ്ടപ്പോൾ കവിക്ക് ഒരു മാളിക പോലെയാണ് തോന്നിയത്. കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളേ മരമല്ലോ. കാടുകൾ കാണാൻ പോയ കവി എന്താണ് മക്കളെ കണ്ടത്? എല്ലായിടവും വലിയ മരങ്ങളാണ് കണ്ടത്. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ. വാരിക്കുഴി കാണാൻ പോയ കവി എന്ത് കണ്ടു? കിണറാണ് കണ്ടത്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കവി വീണ്ടും പറയുകയാണ്, കാഴ്ചകൾ കാണാൻ പോകുന്നവരെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. ഒരു കാര്യം കാണണമെന്ന് വിചാരിച്ച് നമ്മൾ ചെന്നാൽ നമുക്കത് കാണാൻ കഴിയില്ല. ലോകത്തെ ശരിയായ രീതിയിൽ കാണാൻ കഴിയാത്ത നമ്മുടെ പരിമിതികളെയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി മുന്നറിയിപ്പ് എന്ന കവിതയിലൂടെ പറയുന്നത്.
ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്